ഹലോ ഹായ് പറയടാ. ഹലോ അവിച്ചി ഹായ് പറ. ഞങ്ങളൊരു പുതിയ ട്രാവലിംഗ് തുടങ്ങുകയാണ്. ഇപ്രാവശ്യം മധുര വഴി രാമേശ്വരം, ധനുഷ്കോടിയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ട്രാവൽ തിരിച്ചതേ ഉള്ളൂ. കോട്ടയത്തു നിന്ന് ഇപ്പോൾ പോയി നേരെ മധുരയ്ക്കാണ് ആദ്യം പോകുന്നത്. മധുര പോയി സ്റ്റേ ചെയ്ത് അവിടുന്ന് രാമേശ്വരം, അങ്ങനെയാണ് ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ചുറ്റുവട്ടത്തുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ്. സോ എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുക, ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ജസ്റ്റ് സ്പോട്ടഡ്. ഞങ്ങളിപ്പോൾ പൊൻകുന്നം കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്. കാഞ്ഞിരപ്പള്ളി ഈ റൂട്ടാണ് പോകുന്നത്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കുമളി, കമ്പം, തേനി, ആ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഹൈ റേഞ്ച് ഭാഗത്തേക്കുള്ള യാത്ര അതിൽ നല്ല രസമാണ്. ഇങ്ങനെ എന്താ പറയുക, വളഞ്ഞ പുളഞ്ഞ വഴികളും സൈഡിലൊക്കെ ചെറിയ ചെറിയ മലകളുടെ വ്യൂസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ വഴിയുള്ള യാത്ര. പിന്നെ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുകൾ ഉണ്ട്, വണ്ടി തിരക്കൊക്കെ ഉണ്ട് റോട്ടിൽ. എന്നാലും കൊള്ളാം, കുഴപ്പമില്ല, നല്ലൊരു ഡ്രൈവാണ് ഈ വഴിക്ക്. നോക്കാം, പുറത്ത് പോയിട്ട് വെള്ളച്ചാട്ടം കിടക്കണം. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം. കൊരങ്ങൻ അവിടെ ആ വണ്ടി ഇടയ്ക്ക്. നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇവിടെ കുട്ടിക്കാനം പോകുന്ന റൂട്ട്, അതായത് നമ്മൾ പോകുന്ന റൂട്ടിൽ വഴിയിലൊരു ചെറിയ വെള്ളച്ചാട്ടം, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ചായ കുടിക്കാനൊക്കെയുള്ള ചെറിയ കടകളും സൗകര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇവിടെ ഇതിലെ പോകുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നിർത്തി കാഴ്ചയൊക്കെ കണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് സാധാരണ പോവാറ്. സമ്മർ ടൈം ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ അധികം വെള്ളമൊന്നുമില്ല. വെള്ളച്ചാട്ടത്തിനൊരു പേരേ ഉള്ളൂ, ചെറിയ വെള്ളം ഒഴുക്കുണ്ട്, അത്രേ ഉള്ളൂ. മഴക്കാലത്ത് ഇതിലേ പോയാൽ നല്ല കുത്തൊഴുക്കാണ്, നല്ല ഭംഗി. ആ സമയത്ത് ഈ വെള്ളച്ചാട്ടം കാണാം, നന്നായിട്ട് നിറഞ്ഞൊഴുകുന്ന കാണാം ആ ടൈമിലാണെങ്കിൽ. വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ
മധുരയ്ക്ക് അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് അങ്ങ് പോവുക. ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഒത്തിരി രാത്രിയാവുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം. അതുമല്ല ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു റോഡല്ലേ, ഇങ്ങനെ വളഞ്ഞ പുളഞ്ഞ ഹെയർ പിൻ വഴികളല്ലേ, അപ്പോൾ അധികം ഒത്തിരി ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് ഈ ഒരു വഴി അങ്ങ് കടക്കണം. എന്നാലേ അങ്ങ് ഒത്തിരി രാത്രിയാവുന്നതിന് മുമ്പ് മധുര ചെല്ലാൻ പറ്റുള്ളൂ. മൂന്നാർ പോകുമ്പോൾ ഉള്ള പോലെ ഈ റൂട്ടിൽ ഒരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ടാറ്റായുടെ അല്ല, പക്ഷെ എന്നാലും ഇവിടെ ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ ഈ സൈഡിൽ കാണാം. കുമളിയിലെ നല്ല മഴയത്ത് കുമളി ടൗണിൽ കൂടി പോവുക. ഞങ്ങളിപ്പം തമിഴ്നാട് ബോർഡർ കയറാൻ പോവാണ്. കേരള എൻഡ് ചെയ്യും ഇവിടെ. ഞങ്ങൾ നേരെ തമിഴ്നാട് ബോർഡറിലേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മൂന്നാർ അല്ലേ? ലെഫ്റ്റ് പോയാൽ മൂന്നാർ നെടുങ്കണ്ടം, ബാക്കിലേക്ക് കോട്ടയം, ഫ്രണ്ടിലേക്ക് കമ്പം തേനി. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുവാണ്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഇനി മധുര? ഇവിടുന്നൊരു 2-3 മണിക്കൂർ കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കും. മധുര 138 കിലോമീറ്റർ. അതെ, ഇവർക്ക് ബാംഗ്ലൂരും പോകും അല്ലേ? ബാംഗ്ലൂർ 509 എന്നൊക്കെ ശരി. കമ്പം തേനി വഴി. അപ്പം ഞങ്ങളിതേ തമിഴ്നാട്ടിലേക്ക് കയറി. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കയറി ബോർഡർ ക്രോസ് ചെയ്ത്. ഉത്സവമല്ല നടക്കുന്നുണ്ട്, ഭയങ്കര ആള് ഉണ്ടാവും. അതായിരിക്കും, ഒരുപാട് പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. നല്ല ബ്ലോക്കും ഉണ്ട് രണ്ട് സൈഡിലും. തമിഴ്നാട് കയറിയപ്പോൾ തൊട്ട് നല്ല ബ്ലോക്കാണ്. വണ്ടിയൊക്കെ പതിയെ ഇപ്പം സ്ലോ മൂവിങ് ആണ്. നല്ല ബ്ലോക്കായിരുന്നു, ഇപ്പം സ്ലോ മൂവിങ്ങിൽ പോവാണ്. രണ്ട് സൈഡിൽ കാടാണെന്ന് തോന്നുന്നു. നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. രാത്രിയൊന്നും ആയിട്ടില്ല, 5:15 കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഇരുട്ടിയ ഒരു പ്രതീതിയാണ്. മഴ പെയ്തു, അതുകൊണ്ടായിരിക്കണം. സൈഡിലൊക്കെ കാട്. ഇപ്പം മൂവിങ്ങെങ്കിലും ആണല്ലോ, നേരത്തെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ലല്ലോ. സൈഡിലൊക്കെ കാടാണല്ലേ? കാടാ. കുമളി തേനി റൂട്ടാ ഇത്. കുമളി കമ്പം തേനി റൂട്ട് അല്ലേ? കമ്പം തേനി റൂട്ട്, കുമളി കമ്പം തേനി റൂട്ട്. നല്ല ഭംഗിയുള്ള റൂട്ടാണ്. പോണ വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടു, ചെറിയൊരു വെള്ളച്ചാട്ടം. ഫുള്ള് ഹെയർ പിന്നാണ്, ഫുള്ള് ഹെയർ പിൻ. വളഞ്ഞ വഴികളല്ലേ മൊത്തം. സൈഡിലെ കാഴ്ചകളാണ്. ദൂരെ നല്ല മലകളൊക്കെ കാണാം. താഴേക്ക് കൊക്കയാണ്. മറ്റേ സൈഡ് നല്ല സ്ട്രോങ് മരങ്ങളൊക്കെ. വാവ്, അടിപൊളി. സൂപ്പർ.
സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. ചെറിയ റെഡ് കളറൊക്കെ ആകാശത്തിന്. വീണ്ടും ബ്ലോക്ക് തുടങ്ങിയോ? വീണ്ടും നല്ല ബ്ലോക്കായി തോന്നുന്നു. അവിടെ താഴെ കുറേ ദൂരമായിട്ടൊരു സ്ഥലങ്ങൾ ഒരു സിറ്റിയാർ തോന്നുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചില്ല് താത്തിയിട്ട് പോകാൻ തോന്നുന്നു. നല്ല ക്ലൈമറ്റ്. പുറത്ത് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അടിപൊളി വ്യൂ. വാവ്, അടിപൊളി. ആ സൈഡ് വളഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടി കാണാതിരിക്കും. തുരങ്കോ, ഇത് തുരങ്കം പോലൊക്കെ അവിടെ ഉണ്ടല്ലോ. വാവ്, ഇവിടെ മരങ്ങൾ വന്നേക്കുന്നുണ്ട്. ആ ഒരു മലയുടെ വ്യൂ ശരിക്കും കിട്ടുന്നതില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ കിട്ടുമായിരിക്കും തോന്നുന്നു. അടിപൊളി രസമുള്ള നല്ല സൂപ്പർ മരങ്ങളും മലകളും ആകാശവും എല്ലാം നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഈ ക്യാൻവാസിലൊക്കെ പടം വരച്ച് ചേരുന്ന പോലെ ഇരിക്കുന്ന സൈസിലെ മലകളൊക്കെയാണ്. ഈ റൂട്ടല്ലെങ്കിലും ഈ കമ്പം തേനി റൂട്ടല്ലെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നല്ല ഹെയർ പിന്നും നല്ല രസമാണ് കാണാൻ. ഇപ്പം ഹെയർ പിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് സൈഡിൽ നിന്ന് മലയുടെ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. വീണ്ടും മരങ്ങൾ വന്നു. ഇത് സ്ട്രെയിറ്റ് റോഡാണ്. ഞങ്ങള് കമ്പം തേനിയൊക്കെ കഴിഞ്ഞ് മധുര എത്താൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം ഏകദേശം 8:30 മണിയാവാറായി. ഇതുവരെ ഞങ്ങൾ മധുര എത്തിയില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി കാപ്പി ചായ കുടിച്ച്, പിന്നെ ഇടയ്ക്ക് നിർത്തി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് തമിഴ്നാട് ഫുഡൊക്കെ ശകലശാലയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. റിലാക്സ് ചെയ്ത് ഈസി ആയിട്ട് പോകുന്നതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ മധുര എത്തിയില്ല. അപ്പം ഇന്നിപ്പോൾ രാത്രി മധുരയിൽ പോയിട്ട് സ്റ്റേ ചെയ്ത് ഇന്നവിടെ കൂടി നാളെ രാവിലെ മധുര മീനാക്ഷി ടെമ്പിളിലൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട് മധുരയൊക്കെ കണ്ട് രാമേശ്വരം പോകാനാണ് പ്ലാന്. മധുര എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ രാത്രി ആയില്ലെങ്കിൽ കാണിച്ചു തരാം കേട്ടോ.